പലരും പറയണത് കേട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടവൻ ഒറ്റപ്പെട്ടവൻ. അതൊരു അറം പറ്റണ വാക്കാണ് ട്ടാ. ഞാനൊരാളെ ഒരു കാര്യം അറിഞ്ഞപ്പോഴേ പാവം തോന്നിപ്പോയി. മക്കളെ, ഏതൊരു മനുഷ്യനുക്കും അങ്ങനൊന്നും വരാതിരിക്കട്ടെ. എന്താ പറയണെന്ന് വെച്ചാൽ, 6 വയസ്സുള്ളപ്പോ അച്ഛൻ മരണപ്പെട്ടു, അമ്മ മരണപ്പെട്ടു. 7-ാം വയസ്സിൽ അച്ഛനും മരണപ്പെട്ടു. പിന്നെ ആരുമില്ല സംരക്ഷിക്കാന്, കുടുംബക്കാരോ കൂട്ടക്കാരോ ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ആ കുട്ടിനെ പിന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കി. അവിടെ ആയി പിന്നെ വളർച്ച, അവിടെ ആയി പഠിത്തം കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു. അവിടുന്ന് എഞ്ചിനീയറായി അയാൾ ഗൾഫിലേക്ക് വന്നു. കുറേ കാലം ഗൾഫിൽ ജോലി ചെയ്തു. സ്വന്തമായിട്ടൊരു വീട് വെച്ചു. പിന്നീട് അയാൾ കല്യാണം കഴിച്ചു. പിന്നെ മക്കളൊക്കെ ആയി, പേരമക്കളായി. മക്കളൊക്കെ കല്യാണം കഴിച്ചു, പേരമക്കളായി. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇയാളെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ഒരു പാവപ്പെട്ട പെൺകുട്ടിനെയാണ് കല്യാണം കഴിച്ചിരുന്നത്. കുറേ സ്വർണങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ഒന്നുമില്ലാത്തവരടുത്തുനിന്ന് കല്യാണം കഴിച്ച് നല്ല ജീവിതമൊക്കെ ആയിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു. മക്കളൊക്കെ നല്ല ജോലിയായി ഒക്കെ ആയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒളിച്ചോടിയപ്പോൾ അയാൾ ഇവിടുന്ന് സ്ട്രോക്കായി. പിന്നെ അദ്ദേഹത്തെ എന്താ പറയുക, നാട്ടിലേക്ക് സംരക്ഷിക്കാനും നോക്കാനൊന്നും ആളില്ലാത്തൊരവസ്ഥയിലായി. വീണ്ടും അദ്ദേഹം അനാഥയായി. പിന്നെ എന്തിനു പറഞ്ഞ്, അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനീൻ്റെ അറബി നല്ലൊരു അറബി ആയ കാരണം അയാളെ ഏറ്റെടുത്തു, അയാളെ സംരക്ഷിച്ചു. അയാൾ മരിച്ചു, അയാൾ ഇവിടെ മറവയിടുന്നു. എന്തായാലും അവസ്ഥ. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പഠിച്ചോനെ, അങ്ങനത്തെ ഒക്കെ മനുഷ്യർ നമ്മളെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലേ, പലരും പറയണത് കേട്ടിട്ടുണ്ട്, ഞാൻ അനാഥയാണ് അനാഥയാണെന്ന്. അവരൊക്കെ കഥകളൊക്കെ അറിയുമ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. പഠിച്ചോനെ, അങ്ങനത്തെ ഒരു അവസ്ഥയും ഒരാൾക്കും വരാതിരിക്കട്ടെ.